പരിപ്പും താളും തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറി ഇന്നത്തെ സ്പെഷ്യലാണേ. അപ്പോൾ നമുക്കിത് വെക്കാനായിട്ട് എന്തൊക്കെ വേണോ എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജീവൻ രക്ഷിച്ച കഥകളും ഒക്കെ പാടടങ്ങിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ചെറിയൊരു വ്ളോഗാണ്, വ്ളോഗെന്നൊന്നും പറയാൻ മാത്രമില്ല. അതിനായിട്ട് ആദ്യം താഴ നന്നായിട്ട് പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊന്നും കളയില്ല കേട്ടോ. ഞങ്ങൾ ചിലവരൊക്കെ തൊലി കളയും, ഇങ്ങനെ ഈണ്ടെടുക്കും, പക്ഷെ ഞങ്ങൾ അങ്ങനെ എടുക്കലില്ല. അതിലേക്ക് പിന്നെ പച്ചമുളക് 2-3 പച്ചമുളക്, പിന്നെ ഒരു വലിയ ഉള്ളി, തക്കാളി ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ പരിപ്പ് വേവിച്ചെടുക്കണം. ഫസ്റ്റ് പരിപ്പ് വെന്തതിന് ശേഷം ഈ താളിട്ടിട്ട് താള് നന്നായിട്ട് ഉടയണം എന്നുള്ളവർക്ക് കുറേ ടൈം വേവിക്കുക. എല്ലാം ഇതിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് എടുത്ത് കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളവർക്ക് പിന്നെ അത് അങ്ങനെ തന്നെ ഓവർ വെന്ത് ഉടയുന്നതിൻ്റെ മുന്നേ തന്നെ എടുക്കട്ടോ. അതിനായിട്ടാണ് താള് പറിക്കാൻ ഇറങ്ങിയതാണ്. അത് നമ്മളെ പിന്നെ വലിയ ചേമ്പുണ്ടല്ലോ, ഓടച്ചേമ്പ് എന്നൊക്കെ പറയും ചിലവർ എന്താ പിന്നെ പ്ലാത്തിച്ചേമ്പ് അങ്ങനെയൊക്കെ പറയും. ഓരോരുത്തർ ഓരോ പേരിലാണല്ലോ പറയുക. നിങ്ങളൊക്കെ പറയുന്ന പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ചളയായതൊന്നും എടുത്തിട്ടില്ല, ചളയാവാത്തത് നല്ലത് നോക്കി മാത്രം എടുത്തതാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പം തന്നെ ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. ലൈക്ക് ചെയ്തിട്ട് കാണുക. പിന്നെ സബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. ഇതിൽ ചിലവർ ഇതിൻ്റെ തണ്ട് മാത്രം എടുത്തിട്ടാണ് കറി വെക്കുക, ചിലവർ ഈ ഇലയും എടുക്കും. ഞാനിപ്പോൾ തണ്ട് മാത്രം എടുത്തിട്ടാണ് വെക്കുന്നത്. ഞങ്ങളിവിടെ പൂള ഒക്കെ ഒരുമിച്ചിട്ടിട്ട് ഒരു കറി പോലെ ഉണ്ടാക്കും, അതായത് കൂട്ടാനെന്ന് പറയും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഈ ഇലയും എടുക്കും, പക്ഷെ അതിന് ഈ ചേമ്പല്ല ഇട്ടെടുക്കൽ. നമ്മളെ മറ്റേ ചെറിയ ചേമ്പ് അല്ലെങ്കിൽ വെളി എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെതാണ് എടുക്കൽ. ഇതിപ്പോൾ ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കാനുള്ളതിനോണ്ടാണ് ഇതെടുത്തത്. ഇതൊക്കെ ഒന്ന് ചീന്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വലിയ കഷ്ണം വേണ്ടിയവർക്കാണെന്നുണ്ടെങ്കിൽ വലുതാക്കി ചെയ്യുക. ചെറിയ കഷ്ണമാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇതിങ്ങനെ എടുത്ത് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇങ്ങനെ ഉടഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും ഇഷ്ടം. ഇവിടെ അങ്ങനെ എടുത്ത് കഴിക്കാൻ വേണം കുട്ടികൾക്കൊക്കെ, അതിനോണ്ടാണ് ഞാൻ അങ്ങനെ വലുതാക്കി ഇടുന്നത് കേട്ടോ. ഇത് കട്ട് ചെയ്യാനായിട്ട് സുഖമാണ്, പെട്ടെന്ന് കട്ട് ചെയ്യുക. ഉറപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. മൂർച്ചുള്ള കത്തിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യുക. കൈ ചൊറിയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലർക്ക് പേടി ഉണ്ടാവും, അങ്ങനെ കൈ എരിയൂലേ അല്ല കൈ ചൊറിയൂലേ എന്നങ്ങനെയൊക്കെ ഉള്ള. അങ്ങനെയൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഞാനും അധികമായിട്ട് അതിൻ്റെ നീരൊന്നും കയ്യിലൊന്നും ആക്കിയിട്ടില്ല. അതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. പരിപ്പ് വേവുന്ന ആ ടൈം കൊണ്ടാണ് കേട്ടോ നമ്മളിതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ടൈമിൽ പിന്നെ പരിപ്പ് വെക്കുന്ന ഞാൻ പിന്നെ വീഡിയോ ഇട്ടപ്പോൾ മാറിപ്പോയതാണ്. ഇത് പിന്നെ ഇത് വേവാൻ വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ താള് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. ഞാൻ അതിലേക്ക് ചേർക്കാനുള്ള അരപ്പിലേക്ക് തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം ഇതൊക്കെ അരച്ച് ചേർത്തതിൻ്റെ ശേഷം നമ്മളെ പരിപ്പും താളും വെന്ത് കഴിഞ്ഞ് ഇനി അതിലേക്ക് ഈ അരപ്പും ചേർത്ത് കൊടുത്താൽ സാധനം റെഡി ആയിട്ടോ. പെട്ടെന്ന് പരിപാടി കഴിയും. ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. ഇതിനായി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് പൊടികൾ ചേർക്കേണ്ടത്. പിന്നെ അതേപോലെ 1 ടീസ്പൂണ് മുളക് പൊടി.
ഇത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തുണ്ട്. പിന്നെ ശേഷം നമ്മൾ അരപ്പ് ചേർക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊന്നും അധികം തിള വരണ്ട, ഇങ്ങനെ തന്നെ ഇങ്ങനെ ചെറുങ്ങനെ ആ തീയിലൊന്ന് തുള്ളി വന്നാൽ മതി. നമ്മളെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി ഇവിടെ റെഡിയായി. വറവിടാനായിട്ട് കടുകും കറിവേപ്പില ഉള്ളി ഒക്കെ മൂപ്പിച്ച ശേഷം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട്, പിന്നെ വേറൊരു പരിപാടി ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ പരിപാടിയിലാണ് കേട്ടോ. കുറച്ച് ജീവൻ രക്ഷിക്കാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതെന്താണെന്ന് വിചാരിച്ചാൽ ഒരു തേനീച്ചക്കൂടാണ് കേട്ടോ. ഈ കോൽ തേനീച്ചക്കൂടുണ്ടല്ലോ, അത് നന്നായിട്ട് നമ്മളെ മരത്തിൻ്റെ മേലെ ഒരു കോലിൻ്റെ മേലെ ഇതുണ്ടായി വന്നതേനി. ഇത് ചെറുപ്പത്തിലേ ഇതിനെ നിരീക്ഷിച്ച് വന്ന് ഇത്ര വലുപ്പമായപ്പോൾ നമ്മളെ വീടിൻ്റെ മേലെയുള്ള കുറച്ച് കുരുത്തം കെട്ട കുട്ടികളുണ്ട്. ഓര് വന്നിട്ട് ഞങ്ങൾ കാണാണ്ട് ഇത് അടർത്തി വീഴ്ത്തിയിട്ട് പോയിക്കുക. അതിൽ കുറേ തേനീച്ചകൾ ചത്ത് മുട്ടകൾ നശിച്ച്. അപ്പം ഇനി ഇതിൻ്റെ ഇതൊന്നേ അതേപോലെ ഒരു കോലിൻ്റെ മേളിൽ സെറ്റ് ചെയ്ത മാതിരി നമുക്ക് കഴിയൂലല്ലോ. അപ്പോൾ നമ്മളിത് ഒരു പശയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കോലിൻ്റെ മേലെ ഇതാക്കിയത് കഴിഞ്ഞപ്പോൾ അപ്പം ഞാനിതിൻ്റെ ഒരു പരീക്ഷണത്തിലൂടെ വിജയിക്കുമെന്നൊന്നും അറിയില്ല. വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. അവർക്ക് ഓരോ ഇതിൽ തന്നെ ആയി വരില്ലല്ലോ. അപ്പോൾ ഇത് കോലിൻ്റെ മേലെ ഇത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിൽക്കും ചെയ്യില്ല. അപ്പം ഞാൻ കുറച്ച് നൂലെടുത്തിട്ട് ചെറുങ്ങനെ ഒന്ന് കെട്ടി കൊടുത്തിട്ട് ഒന്ന് അവിടെ വെക്കാമെന്ന് വിചാരിച്ചത്. ഉറുമ്പൊക്കെ നിറഞ്ഞു, കുറേ മുട്ടകളൊക്കെ നശിച്ചു പോയി. അങ്ങനെ ഇത് വലുതായി വന്നിട്ടുണ്ടായിനി. അപ്പോൾ നമ്മളെ കാരണം കൊണ്ടൊരു ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആവട്ടെ വിചാരിച്ചിട്ട് ഇനി ഇത് തിരിച്ച് അവിടെ എടുത്തോടത്തേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ. അവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഓര് വന്നിട്ട് വരുമോ എന്താവും എന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഇതേപോലെ ഇനി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങനെ തന്നെ കെട്ടിട്ട് കൊടുക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.